ഞാൻ ഷഫീഖ് വടക്കാങ്ങര. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഡാറ്റ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഡീറ്റെയിലുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ട്രാൻസിസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഏതാണ്, കളക്ടർ ഏതാണ്, എമിറ്റർ ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ കളക്ടറിൽ നമുക്കതിലേക്ക് കൊടുക്കാവുന്ന മാക്സിമം വോൾട്ടേജ്, ബേസിൽ കൊടുക്കാവുന്ന മാക്സിമം വോൾട്ടേജ്, കളക്ടറിലൂടെ ഒഴുകുന്ന മാക്സിമം കറണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അതിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ഡാറ്റ ഷീറ്റ് എങ്ങനെയാണ് നോക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പോണൻറ്റിൻ്റെ ജാതകമാണ്. അതിലാണ് അതിനെക്കുറിച്ചുള്ള സകല ഡീറ്റെയിലുകളും എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കതെങ്ങനെ നോക്കേണ്ടതെന്ന് പറയാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി, ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഡാറ്റ ഷീറ്റ് കളക്ട് ചെയ്യാൻ നമ്മൾ ബ്രൗസറിൽ പോവുക. നമ്മുടെ ബ്രൗസറിൽ ചെന്നതിന് ശേഷം ഏത് കമ്പോണൻ്റ് ആണോ നമുക്ക് വേണ്ടത് അതിന് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ നമുക്ക് ഏത് കമ്പോണൻ്റ് ആണോ വേണ്ടത് അതിന് സെർച്ച് ചെയ്യുക. നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ BC 547 ഒന്ന് പറയുന്നത്. BC 547 അതിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ ഡാറ്റ ഷീറ്റ് എന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ BC 547 ഡാറ്റ ഷീറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. അത് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വെബ്സൈറ്റുകൾ വരും. പല വെബ്സൈറ്റുകളിലുണ്ട്. നമുക്ക് ഏതിലും നോക്കാം. അപ്പോൾ ഇവിടെ ഇതൊരു PDF ഫയലാണ് ഈ കാണുന്നത്. BC 547 sparkfund.com എന്നൊരു വെബ്സൈറ്റിൽ PDF ഫയൽ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി. അപ്പോൾ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിനെ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്ന് കളക്ടർ, 2 ബേസ്, 3 എമിറ്റർ എന്നിങ്ങനെ അതിൻ്റെ ഓരോ പിന്നുകളും എന്താണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ TO92 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പാക്കേജാണ്. പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷേപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഓരോ ഷേപ്പിനും ഓരോ ഇതുപോലൊരു നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാകും. TO220 അങ്ങനെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെയാണ് ആ കാര്യങ്ങൾ ആവശ്യമുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബാക്കി ഡീറ്റെയിലുകൾ. കളക്ടർ ബേസ് വോൾട്ടേജ് ഉണ്ട്. അതിനെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നോർമൽ സർക്യൂട്ടുകൾ ചെയ്യുമ്പോഴൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ കളക്ടർ ബേസ് വോൾട്ടേജ് ആവശ്യമുള്ളൂ. നമ്മളിതിൽ നോക്കേണ്ട മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ്. കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഇവിടെ പല ഐറ്റം ട്രാൻസിസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഉണ്ട്. BC 546, BC 547 അല്ലെങ്കിൽ 550, BC 548 അല്ലെങ്കിൽ 549. അതായത് BC 548ഉം BC 549ഉം ഒരുപോലെയാണ്. BC 547ഉം BC 550ഉം ഒരുപോലെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ കളക്ടർ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് BC 546ൻ്റേത് ഇവിടെ കൊടുത്തുള്ളത് 65 വോൾട്ടാണ്. അതുപോലെ BC 547ൻ്റേത് 45 വോൾട്ടാണ്. BC 548ൻ്റേത് 30 വോൾട്ടാണ്. ഇതെല്ലാം ഏകദേശം ഒരേ ടൈപ്പ് ട്രാൻസിസ്റ്റർ ആയതുകൊണ്ടാണ് ഒറ്റ ഡാറ്റ ഷീറ്റിൽ തന്നെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും വിവരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇനി കളക്ടർ നമ്മളിതിൽ ഈ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്താണെന്ന് പറയാം. അതായത് ഒരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസിസ്റ്ററിൻ്റെ നമ്മളിപ്പോൾ ഒരു കണക്ഷൻ കൊടുക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞിരുന്നത് ഈ ഭാഗത്ത് നെഗറ്റീവും ഈ ഭാഗത്ത് നമ്മൾ പോസിറ്റീവ് സപ്ലൈ ആണല്ലോ കൊടുക്കുന്നത്. ഇവിടെ ലോഡ് ഉണ്ടാവും. ലോഡിൻ്റെ കൂടെ പോസിറ്റീവ് സപ്ലൈയും കൊടുക്കും. ഈ കളക്ടറിലും ഈ എമിറ്ററിലുമായിട്ട് ഇതിൽ കാണുന്ന കളക്ടറിലും എമിറ്ററിലുമായിട്ട് നമ്മൾ നൽകപ്പെടുന്ന വോൾട്ടേജിനെയാണ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു ബാറ്ററിയെ അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈനെ കൊടുക്കണം. പവർ സപ്ലൈനെ എങ്ങനെ കൊടുക്കുക? ഇവിടെ പോസിറ്റീവും ഇവിടെ അടിഭാഗത്തേക്ക് നെഗറ്റീവായിട്ട് എമിറ്ററിലേക്ക് നെഗറ്റീവായിട്ടാണ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന ഈ പവർ സപ്ലൈയിലെ മാക്സിമം വോൾട്ടേജിനെയാണ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിപ്പോൾ കണ്ടല്ലോ ചില ട്രാൻസിസ്റ്ററുകൾക്ക് 65 വോൾട്ട് വരെയുണ്ട്. അപ്പോൾ 65 വോൾട്ട് വരെയൊക്കെ ഇവിടെ കൊടുക്കാം. അതിനർത്ഥം നമുക്കിതിൽ ഇവിടെ കണക്ട് ചെയ്യുന്ന ലോഡ് 65 വോൾട്ട് വരേക്കുള്ള ലോഡിനെ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതാണ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എമിറ്റർ ബേസ് വോൾട്ടേജ് ആണ്. എമിറ്ററും ബേസും തമ്മിലുള്ള വോൾട്ടേജ് അത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ BC 546നും 547നും ഒരേ വോൾട്ടേജാണ് വരുന്നത്, 6 വോൾട്ട്. അതുപോലെ തന്നെ BC 548, 549, 550 ഇതിനെല്ലാത്തിനും ഒരേ വോൾട്ടേജാണ് വരുന്നത്, 5 വോൾട്ട്. ബേസ് എമിറ്റർ വോൾട്ടേജ് എന്നുള്ളത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ
ഇങ്ങനെയുള്ള ഒരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ലോഡ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ എമിറ്റർ. എമിറ്ററിലേക്ക് കൊടുക്കുന്നത് നെഗറ്റീവാണ്, ബേസിലേക്ക് കൊടുക്കുന്നത് പോസിറ്റീവാണ്. ഇവിടെ കൊടുക്കുന്ന പോസിറ്റീവും ഇവിടെ കൊടുക്കുന്ന നെഗറ്റീവും, അതായത് ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് സപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാറ്ററി വെച്ചതിന് തുല്യമാണല്ലോ. ഇങ്ങനെയാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിലേക്ക് പോസിറ്റീവും വരും, അതുപോലെ എമിറ്ററിലേക്ക് നെഗറ്റീവും വരും. ഇങ്ങനെ ബേസിലും എമിറ്ററിലുമായിട്ട് നമ്മൾ നൽകപ്പെടുന്ന വോൾട്ടേജിൻ്റെ അളവാണ്, മാക്സിമം വോൾട്ടേജിൻ്റെ അളവാണ് കൊടുത്തിട്ടുള്ളത്. ചില ട്രാൻസിസ്റ്ററുകൾക്ക് 6 വോൾട്ട് എന്ന് കണ്ടു. 6 വോൾട്ടാണ് ഇതിലേക്ക് നമുക്ക് മാക്സിമം നൽകാൻ പറ്റുന്ന വോൾട്ടേജ് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് 6 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഫുള്ളായിട്ട് കറണ്ട് കടത്തിവിടും. കളക്ടർ ടു എമിറ്ററിലേക്ക് പൂർണ്ണമായിട്ട് കറണ്ട് കടത്തിവിടുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് അത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഉള്ളത് കളക്ടർ കറണ്ട് എന്നുള്ള ഒരു കാര്യം ഡി സിയിലാണ് പറയുന്നത്. ഡി സിയിലാണല്ലോ ഇത് പ്രധാനമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളക്ടർ വഴി ഒഴുകാവുന്ന മാക്സിമം കറണ്ടാണ്. ഇതിവിടെ 100 എന്ന് കൊടുത്തിട്ടുണ്ട്. 100 എന്ന് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ അതാക്കണം യൂണിറ്റും കൊടുത്തിട്ടുണ്ട്, മില്ലി ആംബിയർ. കണ്ടോ, 100 മില്ലി ആംബിയർ. അതായത് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് നമ്മൾ വരച്ചിട്ട് ഈ സർക്യൂട്ടിലേക്ക് നമ്മളിവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ സപ്ലൈയും കൊടുക്കുന്നുണ്ട്, ഈ ലോഡ് വഴി കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് ഒഴുകാവുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 100 മില്ലി ആംബിയർ ആണ്. അതിനേക്കാൾ കൂടുതൽ കറണ്ട് അതിലൂടെ ഒഴുകാൻ പറ്റില്ല. ഒഴുകി കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആയിപ്പോവും. അതായത് അവിടെ കൊടുക്കുന്ന ലോഡ് മാക്സിമം 100 മില്ലി ആംബിയർ എടുക്കുന്ന ലോഡ് മാത്രമേ കണക്ട് ചെയ്യാവൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളാണ്, അതേക്കുറിച്ച് നമ്മൾ ബോധവാനാവുന്നില്ല. 150 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ. 150 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ അത് ഡാമേജ് ആവുകയുള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സിനെ കുറിച്ചും കുറച്ചുകൂടെ വിശദമായിട്ട് എടുത്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് നോർമൽ സർവീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബേസിക് സർക്യൂട്ടുകൾ ചെയ്യുമ്പോഴോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കുറേ ഗ്രാഫുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് അത് പല ടൈപ്പിൽ പല സെക്ഷൻ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല മോഡുകളുണ്ട്. അപ്പോൾ ആ മോഡുകളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷനെ കുറിച്ചൊക്കെയുള്ള ഗ്രാഫുകളാണ്. അതൊന്നും നമുക്ക് നോർമൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്. ഇതിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എത്രയാണെന്ന് അറിയണം, അതുപോലെ തന്നെ ബേസ് എമിറ്റർ വോൾട്ടേജ് അല്ലെങ്കിൽ എമിറ്റർ ബേസ് വോൾട്ടേജ് എത്രയാണെന്ന് അറിയണം, കളക്ടർ കറണ്ട് എത്രയാണെന്ന് അറിയണം. അതറിഞ്ഞാലാണ് നമുക്കൊരു സർക്യൂട്ടിൽ ആ ട്രാൻസിസ്റ്ററിന് വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ട്രാൻസിസ്റ്ററുടെ ഉദാഹരണത്തിന് പറയാം. ഇപ്പോൾ BC 547 പകരം ഇനി ഞാൻ പറയാൻ പോകുന്നത് C1061 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. C1061 ട്രാൻസിസ്റ്റർ, അതിൻ്റെ ഡാറ്റ ഷീറ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ അതിൻ്റെ ഡാറ്റ ഷീറ്റ് ഇവിടെ ഒരുപാട് വെബ്സൈറ്റുകൾ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് സെർച്ച് എടുക്കാം. ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. കണ്ടോ, അതിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വരുന്നുണ്ട്. C1061 ഇവിടെ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് കാണാം. പക്ഷേ ചിലപ്പോൾ സൂം ചെയ്യുമ്പോൾ അത് ക്ലാരിറ്റി കുറയുമോ, ഇതിൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ട്രാൻസിസ്റ്ററിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ട്രാൻസിസ്റ്ററാണ്. അതിൻ്റെ ഔട്ട്ലൈൻ ഇതാണ്, TO220 എന്നുള്ളതാണ്. TO220 എന്നുള്ള ഒരു ടൈപ്പിലാണ് വരുന്നത്. റെഗുലേറ്റർ ഐസുകളും കാര്യങ്ങളെല്ലാം ഇതേ ഷേപ്പിലാണ് വരിക. അതിൻ്റെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ എഴുത്തി നമുക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലാക്കിയിട്ട് ഈ ട്രാൻസിസ്റ്റർ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാല് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കാല് കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ കാല് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 1, പിന്നെ 2, 3 എന്നിങ്ങനെ. ഇവിടെ സിമ്പലിൽ കൊടുത്തിട്ടുണ്ട് ബേസിനാണ് 1 എന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്ന് ബേസാണ്, രണ്ടാമത്തെ പിന്ന് കളക്ടറാണ്, മൂന്നാമത്തെ പിന്ന് എമിറ്ററാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്ന് നോക്കാം നമുക്ക്. കളക്ടർ എമിറ്റർ വോൾട്ടേജ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കളക്ടർ എമിറ്റർ വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് 50 വോൾട്ടാണ്. 50 വോൾട്ടാണ് അതിലേക്ക് മാക്സിമം അതിൻ്റെ കളക്ടർ ടു എമിറ്റർ കൊടുക്കാവുന്ന വോൾട്ടേജ്. ഇനി അടുത്തത് എമിറ്റർ ബേസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. എമിറ്റർ ബേസ് വോൾട്ടേജ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് 4 വോൾട്ടാണ്. മാക്സിമം 4 വോൾട്ട് ഇതിന് ബേസിൽ കൊടുത്താൽ മതി. അപ്പോഴേക്കും ആ ട്രാൻസിസ്റ്റർ പൂർണ്ണമായിട്ടും ഓണായി. ഇനി അടുത്തത് കൊടുക്കുന്നത് കളക്ടർ കറണ്ട്. കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് 3 ആംബിയറാണ്. 3 ആംബിയർ കറണ്ട് കിട്ടിയാൽ തന്നെ 3 ആംബിയർ കറണ്ട് വരേക്ക് അതിലൂടെ ഒഴുകാൻ സാധിക്കും എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ബേസ് കറണ്ട് കൊടുത്തിട്ടുണ്ട്.
ബേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബേസിലേക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കാവുന്ന കറണ്ട് മാക്സിമം 1/2 ആംപിയർ കറണ്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് റെസിസ്റ്റൻസ് ഒക്കെ ഇട്ട് കൊടുക്കണം, കൂടുതൽ കറണ്ട് അതിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആവും. 25 വാട്ട് വരേക്കുള്ള പവർ അതിൽ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ട്രാൻസിസ്റ്ററിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളക്ടർ വോൾട്ടേജ് നേരത്തേതുമായി ആൾമോസ്റ്റ് സെയിം ആണെങ്കിലും ഇതിൻ്റെ കളക്ടർ ടു എമിറ്റർ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് കൂടുതലാണ്. 3 ആംപിയർ വരേക്ക് ഇതിൽ ലോഡ് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ട്രാൻസിസ്റ്ററിനെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സർക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ നമുക്ക് 3 ആംപിയർ വരേക്കുള്ള ലോഡിനെ അതിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ബൾബ് തന്നെ ആയിക്കോട്ടെ, ബൾബാണ് എന്നുണ്ടെങ്കിൽ ഈ ബൾബിലേക്ക് നമ്മളിവിടെ +12 വോൾട്ട് കൊടുത്തു, ഈ ഭാഗം നെഗറ്റീവാക്കി. ഇവിടെ നമുക്ക് 3 ആംപിയർ വരെ കറണ്ട് എടുക്കുന്ന ബൾബിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഡിനെയോ ഈ സർക്യൂട്ടിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നേരത്തെ പറഞ്ഞ BC 547, 548 പോലത്തെ ട്രാൻസിസ്റ്ററുകളുടെയൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ബൾബിന് പകരം ഇവിടെ കൊടുക്കുന്ന ലോഡ്, ആ ലോഡ് മാക്സിമം 100 മില്ലി ആംപിയർ ലോഡിലുള്ളതാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സർക്യൂട്ടിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ട്രാൻസിസ്റ്റർ എടുക്കുക. കുറഞ്ഞ കറണ്ട് എടുക്കുന്ന സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് BC 547, 548 പോലത്തൊക്കെ മതി. കൂടുതൽ കറണ്ട് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ C1061 പോലത്തെ ട്രാൻസിസ്റ്ററുകളെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനേക്കാൾ കൂടുതൽ കറണ്ട് എടുക്കുന്ന ട്രാൻസിസ്റ്ററുകളുണ്ട്, കുറഞ്ഞ കറണ്ട് എടുക്കുന്ന ട്രാൻസിസ്റ്ററുകളും അവൈലബിൾ ആണ്. ഇനി ഇതിലൊരു പ്രശ്നം ചിലപ്പോൾ പലപ്പോഴും വരാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഷീറ്റ് സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ കുറേ ആഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് കറക്റ്റ് നമ്മൾ ഡാറ്റ ഷീറ്റ് കിട്ടാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഡാറ്റ ഷീറ്റ് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഇമേജസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഇമേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഇമേജുകൾ കാണും. അപ്പോൾ ഇതിൽ ചില ഇമേജുകൾ ഇതേപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഇമേജുകളുണ്ട്, അങ്ങനെ പലതും കാണാം. നമ്മളതിലെന്ത് ചെയ്യുക, നമ്മൾ ആ ട്രാൻസിസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. BCR 1061 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് പോലെ കാണുന്നുണ്ട്. ഇങ്ങനെ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഇമേജ് തന്നെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്കതിൽ ഡീറ്റെയിൽസ് കിട്ടും. ഇനി അല്ലെങ്കിൽ നേരെ ആ പേജിനെ അത് ഏത് പേജെത്തിയാണെന്നുള്ള അവിടെ അടിയിൽ കാണിക്കുമല്ലോ, ആ പേജിൽ നേരെ ക്ലിക്ക് ചെയ്യുക. ആ പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ ഷീറ്റിനെ ഡയറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്കതിൻ്റെ ഡാറ്റ ഷീറ്റിനെ കളക്ട് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡാറ്റ ഷീറ്റിനും ഈക്വലൻ്റ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതൊരു ട്രാൻസിസ്റ്റർ നമുക്കുണ്ട്, ആ സർക്യൂട്ടിൽ നിന്ന് ആ ട്രാൻസിസ്റ്റർ മാറ്റുമ്പോൾ അതിന് പകരം വേറെ ഏത് ട്രാൻസിസ്റ്റർ വെക്കാം എന്നുള്ളൊരു ഡൗട്ട് വരാറുണ്ട്, ആ ട്രാൻസിസ്റ്റർ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ അടിക്കുക, അതിൻ്റെ കൂടെ ഈക്വലൻ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിനെ കിട്ടും. ഈക്വലൻ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിലുകൾ കിട്ടും. പല ഐറ്റം ട്രാൻസിസ്റ്ററുകളുണ്ടാകും അതിന് ഈക്വൽ ആയിട്ടുള്ളത്. ആ കാണിച്ച് തരുന്ന ഈക്വലൻ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ശരി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ടാമത് കാണിച്ച് തന്ന ട്രാൻസിസ്റ്ററിൻ്റെ നമ്പറും നമ്മളെടുത്തുള്ള C1061 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ നമ്പറും, രണ്ട് നമ്പറും തമ്മിലൊന്ന് സെർച്ച് ചെയ്യുക. ആ രണ്ട് നമ്പറിലും കിട്ടുന്ന ഡാറ്റ ഷീറ്റുകൾ ഒന്ന് വായിച്ചു നോക്കുക. രണ്ടിൻ്റെയും കളക്ടറും ബേസും എമിറ്ററും പിന്നുകൾ ഒരുപോലെ തന്നെയാണോ, അല്ലെങ്കിൽ ആ രണ്ട് ട്രാൻസിസ്റ്ററുകളുടെയും കറണ്ടുകൾ, അതിൻ്റെ കളക്ടറിൽ കൊടുക്കുന്ന വോൾട്ടേജ്, അതുപോലെ കളക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട്, ബേസിൽ കൊടുക്കേണ്ട വോൾട്ടേജ്, ഇതെല്ലാം ഒരുപോലെയാണോ ഈക്വൽ ആണോ എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തന്നെ എടുത്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് കണ്ട യു ക്യാൻ റീപ്ലേസ് ദ 2SC 1061 വിത്ത് എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറുകളെല്ലാം ഉണ്ട്. 2N 5293, 2N 5294, 2N 5297, ഈ കാണുന്ന നമ്പേഴ്സിലെല്ലാം ട്രാൻസിസ്റ്ററുകളുടെ സ്പെസിഫിക്കേഷൻസ് ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അതാണ് ഈക്വലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഏത് ട്രാൻസിസ്റ്റർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, C1061 എന്നുള്ളതിന് പകരം മാറ്റി വെക്കാം. പക്ഷേ മാറ്റി വെക്കുന്നതിന് മുമ്പ് നമ്മളതൊന്ന് ഉറപ്പിക്കണം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നൊരു BD 743 എന്നുള്ളതിനൊന്ന് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിലുകൾ നോക്കാം. NPN ട്രാൻസിസ്റ്ററാണ്. നമ്മൾ C1061 എന്ന് പറയുന്നത് NPN ആണ്. പിന്നെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഇതിൽ 100 ആണ്. C1061 പറഞ്ഞിരുന്നത് 50 വോൾട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇത് കൂടുതൽ വോൾട്ടേജ് താങ്ങും, ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒന്ന് എമിറ്റർ ബേസ് വോൾട്ടേജ് അതിൽ പറഞ്ഞ് 4 വോൾട്ടായിരുന്നു C1061, ഇതിന് 5 വോൾട്ടാണ് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് കുഴപ്പമില്ല, നമുക്കവിടെ ഉപയോഗിക്കാം. ഇതിൻ്റെ കളക്ടർ കറണ്ട് പറയുന്നത് 15 ആംപിയർ ആണ്. C1061 പറഞ്ഞത് 3 ആംപിയറിൻ്റെ ലെവലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് കൂടുതൽ കറണ്ട് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്കവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ ആ സ്പെസിഫിക്കേഷനേക്കാൾ കുറയാതെ നോക്കിയാൽ മതി. പിന്നെ ഒന്ന് ഇതിൻ്റെ പാക്കേജ് TO220 ആണ്. അപ്പോൾ TO220 തന്നെയാണ് C1061. രണ്ടും ഒരേ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാലുകൾ തമ്മിൽ മാച്ചാകും. അതായത് ഒരേ ഷേപ്പ് തന്നെയായിരിക്കും. PCBയിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റാക്കാം. പിന്നെ അതിൻ്റെ പിന്നൗട്ട് നോക്കുക. പിന്നൗട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ പിന്ന്, ഒന്നാമത്തെ പിന്ന് ബേസ്, രണ്ടാമത്തത് കളക്ടർ, മൂന്നാമത്തത് എമിറ്റർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക്
ആ കാര്യം കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, C1061 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന് പകരം BD743 ഉപയോഗിക്കാം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വാല്യൂ ഇതിൽ കുറച്ചുകൂടെ സ്പെസിഫിക്കേഷൻ കൂടുമെന്നേ ഉള്ളൂ. സ്പെസിഫിക്കേഷൻ കൂടുമ്പോൾ ചിലപ്പോൾ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ സർക്യൂട്ട് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഡാറ്റാ ഷീറ്റുകൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചെറിയ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.